സജു വർഗീസ് എന്ന പ്രധാന അധ്യാപകനിടയ്ക്ക് ഫോൺ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ കൊടുക്കും, സെൽഫിയും എടുക്കും. പക്ഷേ ഇതൊക്കെ ദുരിതോഷത്തോടെയാണെന്ന് ആ പാവം കുഞ്ഞുങ്ങൾ അറിഞ്ഞിരുന്നില്ല. പഠിപ്പിക്കുന്ന കുട്ടികളുടെയും മദർ സ്കൂളിലെ അധ്യാപികമാരുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത അധ്യാപകനെ പോലീസ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തു. പതിവ് പോലെ കുട്ടികൾക്ക് ഫോൺ കൊടുത്തപ്പോഴാണ് ആ വൈകൃതക്കാരന്റെ തനിനിറം പുറത്താക്കിയ ഫോൾഡർ കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രീകുമാരൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്ക്. തൃശൂർ കുന്നംകുളത്ത് നിന്നാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, ആർക്കും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ കഴിയാത്ത നികൃഷ്ടമായ സംഭവം നടന്നിരിക്കുന്നത്. ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകൻ തന്നെ വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും ഫോട്ടോ നഗ്നരീതിയിൽ മോർഫ് ചെയ്ത് സൂക്ഷിക്കുക. തീർത്തും ക്രൈമാണത്. അത് കണ്ടെത്തിയതാകട്ടെ വിദ്യാർത്ഥികളും. തൃശൂർ മങ്ങാട്ട് സെന്റ് ജോസഫ് ആൻഡ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കുട്ടികൾ തന്നെയാണ് സജു വർഗീസിന്റെ ഫോണിൽ നിന്ന് ഇത്തരം ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഫോട്ടോകൾ കണ്ടെത്തിയത്. ഫോണിൽ ഫോട്ടോ എടുക്കാനായി കുട്ടികൾക്ക് തന്നെ ഇദ്ദേഹം ഫോൺ നൽകുകയായിരുന്നു. അപ്പോഴാണ് രഹസ്യ അറയിൽ സൂക്ഷിച്ച അല്ലെങ്കിൽ രഹസ്യ ഫോൾഡറിൽ സൂക്ഷിച്ച ഈ ഫോട്ടോകൾ കുട്ടികൾ കാണുന്നത്. കുട്ടികളുടേത് മാത്രമല്ല, സ്കൂളിലെ അധ്യാപികമാരുടെയും ഈ ഫോട്ടോ ഇത്തരത്തിൽ ഇദ്ദേഹം മോർഫ് ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ഇയാളെ പോലീസ് ഉടൻ തന്നെ വലയിലാക്കി അയാളെ ചോദ്യം ചെയ്തു. താൻ ഒരു തമാശ രൂപത്തിൽ ചെയ്തതാണ് എന്നൊരു മൊഴിയാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ നൽകിയത്. പക്ഷേ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ അതൊരു ലൈംഗിക ചുവയോടുകൂടി തന്നെയാണ് ചെയ്തത് എന്ന് വ്യക്തമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. കുന്നംകുളം പോലീസ് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അവർ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ഡോക്ടർ സജു വർഗീസിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഏതാണ്ട് കുറച്ചധികം ഫോട്ടോകൾ അതിലുണ്ട് എന്നാണ്, രഹസ്യ ഫോൾഡറിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കുറച്ച് കുട്ടികളുടെ കൂടി പരാതികൾ ലഭിക്കാനുണ്ട്. ആ പരാതികൾ കൂടി ലഭിച്ചതിനു ശേഷം മറ്റു തുടർ കേസുകൾ ഒരു FIR മാത്രമായി ചുരുക്കാതെ കൂടുതൽ FIRകൾ രജിസ്റ്റർ ചെയ്യാനാണ് പോലീസിന് തീരുമാനം. എന്തായാലും ഒരു അധ്യാപകൻ, പ്രധാനാധ്യാപകൻ, കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കേണ്ട ഒരു അധ്യാപകനാണ് ഇത്തരത്തിൽ നികൃഷ്ടമായൊരു പ്രവൃത്തി കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.